കഥയുടെ സാരമുരത്തിയിടട്ടെ, പാരീതിൽ ഞങ്ങൾ സത്യമതെന്നും വാഴ്ത്തിയിടട്ടെ. കരമതുയർത്തിടും നിന്നുടെ സവിധത്തിൽ, ഈ ഗാനമിൽ ഞാൻ ഒന്നിച്ചൊന്നായി ഹംദ് മുരക്കുന്നേ. ഈത്തമരങ്ങൾക്കപ്പുറം മദീന താഴ്വരയിൽ പ്രവാചകൻ തന്റെ അനുയായികളോട് എന്തോ പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ അവരെല്ലാവരും തക്ബീറുകൾ ഉയർത്തി, താങ്കൾ എന്ത് പറഞ്ഞാലും താങ്കളുടെ കൂടെ കരുത്തായി ഞങ്ങൾ ഉണ്ടാകും, അവിടുന്ന് അരുളിയാലും. അവിടുന്ന് എന്താ പറഞ്ഞതെന്നോ? അതിരറ്റ വമ്പിൽ മുമ്പിൽ അടറിടാൻ ഇവിടമിൽ ബദറിനാരവമുയരുകയായി. ദിനമായ ഹതവനെ കിടാനാവശ്യമിൽ വിജയരചിതമതണി ചേരൂ, വിജയരചിതമതണി ചേരൂ. കറുത്തവർഗക്കാരനായ വാശിയോടായി ഹിന്ദു പറഞ്ഞ്, ഹംസയുടെ തല കൊയ്യുകയാണ് എങ്കിൽ നിന്നെ ഞാൻ മോചിപ്പിക്കാം. വാശിയോടുള്ളിൽ പല ചിന്തകൾ കടന്നുപോയി. സ്വാതന്ത്ര്യം ഏതൊരാളുടെയും സ്വപ്നമാണല്ലോ. വാശി നാളുകൾ എണ്ണി കാത്തിരിഞ്ഞു ഹംസയുടെ ശിരസിനായി. കാത്തിരിപ്പുണർവിൽ അതാ അതാ ആ ദിവസം വന്നെത്തി. ഓതിന്റെ ഭൂമിയിൽ വാശിയുടെ കണ്ണുകൾ തിരിഞ്ഞത് ഹംസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയായിരുന്നു. അതാ അത് ഹംസയല്ലേ എന്ന ഒട്ടും താമസിക്കാതെ തന്റെ ചാട്ടോളിയെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ എറിഞ്ഞ്. ഹിന്ദതിയാ മോഹമിൽ മൊഴിയുന്നു അടവുകൾ പലതായി. ഹംസ തന്റെ സുരതം താരും കോലഹിതനത്യഹിതമണം. സ്വാതന്ത്ര്യം മുന്തിര ചന്തും മുന്തിര ചന്ദിര ചന്ദിര ശോഭി ദൂര വസിൽ കസൂര, ദൂര വസിൽ കസൂര. ഹിന്ദു ഓടിയെത്തി അല്ലാഹ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വികൃതമാക്കി നെഞ്ചി പിളർത്തി കരൽ പറിച്ചെടുത്തു. നബി തങ്ങളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി കണ്ണുനീരൊഴുകി. കാലമധികം കഴിഞ്ഞില്ല, ഇസ്ലാം വളർന്നു. എന്ത് ഹിന്ദു ഭാഷയും സത്യമതത്തിലേക്ക് വരുന്നെന്നോ? നബിയുടെ മുന്നിൽ അവർ എങ്ങനെ പോയി നിൽക്കും? ദീനിൻ തുടിപ്പുകൾ അതിൽ നിലക്ക് വെച്ചൊടിയിൽ ധീരനെ കൊല്ലാൻ തിരിയവ ചിരിയടുത്ത് ചങ്ക് തകർത്ത് വാശിയുടെ ചാട്ടോളി ചോര ചുരത്ത്. ചിരിയടുത്ത് ചങ്ക് തകർത്ത് വാശിയുടെ ചാട്ടോളി ചോര ചുരത്ത്. ചീന്തിടും അവർ മാന്തിടും അവർ കൊന്ന പടയുമാർത്തിടും അവർ. ചീന്തിടും അവർ മാന്തിടും അവർ കൊന്ന പടയുമാർത്തിടും അവർ. എന്റെ ഹംസ, നബിയുടെ മിഴികൾ വീണ്ടും നിറഞ്ഞിരിക്കുന്നു. അത് കണ്ട വാശിയുടെ നെഞ്ച് പിടഞ്ഞു. അവിടുന്ന് ഞാൻ കാരണം കരഞ്ഞുവോ? എങ്കിൽ ഞാൻ കാരണം നബി തങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിനം വരുന്നവരെ ഇനി എനിക്ക് വിശ്രമമില്ല. കാലചക്രം പിന്നെയും നീങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധസന്നാഹങ്ങൾ യമാമ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. മുസൈലിമയുടെ കഥ കഴിക്കണം, പരിശുദ്ധ ദീനിന് പടപ്പുറപ്പാടിന് അന്ത്യം കുറിക്കാൻ അതാ യുദ്ധം തുടങ്ങുന്നു. ഒരു വേള സത്യത്തിൽ ഒത്തുവന്നേ അല്ലാഹ്വിൻ ദൂതരെ ചാരെ ചെന്നേ. മഹിളായ ഹിന്ദു അടിമവശി മഹമൂദൻ തങ്ങളിൽ ആശിച്ചെന്നേ. എന്നബി തരൂ മാപ്പ് താനുകൾ ആകെയും നിരാശയില്ലായിരം സലാം. എന്നബി തരൂ മാപ്പ് താനുകൾ ആകെയും നിരാശയില്ലായിരം സലാം. യമാമ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ പോരാട്ടത്തിൽ അടിപ്പതറിയ മുസൈലിമീൻ സൈന്യം അതാ ഓടി ഒളിക്കുന്നു. പക്ഷേ മുസ്ലിം സൈന്യം പിന്മാറിയില്ല. അതെ, വാളുകൾ കൂട്ടിമുട്ടി. അല്ലാഹു അക്ബർ! തീപ്പൊരി പാറി ശത്രുക്കളുടെ രക്തം തെറിച്ചു. പക്ഷേ നമ്മുടെ കഥാനായകൻ എവിടെ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഏറെ താമസിക്കാതെ മുസൈലിമയുടെ കഥ കഴിച്ച സന്തോഷത്തിൽ അതാ ഒരാൾ നടന്നു വരുന്നു. അത് വാശി തന്നെ. സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിൽ വാശിയുടെ മുഖം തിളങ്ങി. ദീനിനെതിരെ പ്രവർത്തിച്ച തന്റെ വാൾ ഇതാ ദീനിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. ആശമുറ്റം കരുത്താലെ ഏവരും അടുത്തേ കൊടുന്നനെ ഷഹീദാവാൻ കൊതിച്ചാനെ. അല്ലാഹ്വിൻ സ്വർഗം കണ്ട് മോഹന പരീക്ഷ കണ്ടു യുദ്ധഭൂവിൽ ഉറ്റമലെ നിറഞ്ഞാലേ. ഉള്ളിൽ നിറഞ്ഞ ദാഹം ദീനിൽ തികഞ്ഞ ത്യാഗം. അല്ലാഹ് നമ്മേവരെയും ആ മഹാമാരുടെ കൂടെ ഒരുമിച്ച് സ്വർഗത്തിൽ കൂട്ടട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു കഥ ഞങ്ങളിവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.